ഹായ് ഹലോ സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ആണ്. കാർഡ് ഷഫിളാണ്, എന്നാൽ ഷഫിളാണ് കേട്ടോ. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആൻഡ് 5 ഓഫ് കപ്സ്, ദ ഹൈ പ്രീസ്റ്റസ് ആൻഡ് മൂൺ, Queen of Pentacle, 8 of Swords, The Star വന്നിട്ടുണ്ട്, Strength വന്നിട്ടുണ്ട്, 7 of Pentacle. ഓക്കെ, നമുക്കൊന്ന് കാർഡൊന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. ഏസ് ഓഫ് കപ്സ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ബിഗിനിങ് ആണ്. അതായത് ഒരു ന്യൂ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, ഫ്രഷ് സ്റ്റാർട്ടിങ് സൈൻ ആണ് ഏസ് ഓഫ് കപ്സ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ന്യൂ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നാണ് പറയുന്നത്. 5 ഓഫ് കപ്സ് പറഞ്ഞാൽ ചിലപ്പോൾ ആദ്യത്തെ റിലേഷൻഷിപ്പ് എൻഡ് ആയിട്ടുണ്ടായിരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുകയായിരിക്കാം. അതിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകും, കുറേ ഇമോഷൻസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ കുറേ വേദനിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നാണ് പറയുന്നത്. ചില ആളുകൾക്ക് ചില ആളുകളുടെ പേഴ്സണ്, അതായത് ചില ആളുകളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു സിറ്റുവേഷനൊക്കെ എൻഡായി, ഇമോഷൻ ബാലൻസ് ഒക്കെ ഒരു എൻഡായി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അവരെന്നാലും ഒരു ചുറ്റുപാടിൽ കെട്ടിക്കുടുങ്ങി കിടക്കുകയാണ് എന്ന് പറയാം. സ്ട്രെങ്ത് ഇല്ലായ്മ അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ സ്ട്രെങ്ത് വരുന്നുണ്ട്. ഓക്കെ, ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ നിങ്ങളിലേക്ക് ഉണ്ട്. അവർക്ക് നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ചിലർക്ക് ന്യൂ ഒരു റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഒരു പുതിയൊരു തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർ ചെയ്ത ആ ഒരു എഫേർട്ടിന് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർക്ക് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ചില ആളുകൾ എന്തൊക്കെയോ മറച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവീലാവുന്നുണ്ട്. ന്യൂ മൂൺ ആയതുകൊണ്ട് നല്ലപോലെ അവരെ കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇമോഷൻസും കാര്യങ്ങളൊക്കെ. ഓക്കെ, അതാണ് ഇവിടെ സിറ്റുവേഷന് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് സിറ്റുവേഷൻസ്, അതായത് ഒരു അവരുടെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു ചുറ്റുപാടിൽ അവർ ഭയങ്കര സ്റ്റക്കിഡാണ്. അതേപോലെ തന്നെ നിങ്ങളിലും സ്റ്റക്കിഡാണ്. നിങ്ങളെ കാര്യം പറഞ്ഞിട്ടായിരിക്കും അവരവിടെ സ്റ്റക്കിഡായിട്ടുള്ളത്. ആ സ്റ്റക്നെസ് മാറും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിനവർക്ക് സ്ട്രെങ്ത്ത് വേണം. ചിലർക്ക് ആ സ്ട്രെങ്ത് ഉണ്ട്, പക്ഷെ അവർ ആക്ഷൻ എടുക്കാനൊരു മടി. ഇനി അതിലെന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുമോ എന്നുള്ളൊരു ഭയം. പക്ഷെ ചിലർ ആക്ഷൻ എടുക്കാനും മുതിരുന്നുണ്ട്. ഓക്കെ, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഭയങ്കര റിഗ്രറ്റിംഗ് ഉണ്ട്. അവർക്കിപ്പോൾ ഒരാവശ്യം മൂവ് ഓൺ വേണം, നിങ്ങളിൽ നിന്നൊന്നും മൂവ് ഓൺ ആവണം എന്നുള്ളൊരു പക്ഷെ അവരെ കൊണ്ട് കഴിയുന്നില്ല. പക്ഷേ ബേക്കിൽ കപ്പുണ്ട്, പക്ഷെ അവർ കാണുന്നില്ല. അങ്ങനെയൊക്കെ ഓരോ സിറ്റുവേഷനിലാണ് അവർ പോകുന്നത്. ഫീലിങ്സിൽ അവർ ട്രാപ്പ്ഡ് ആയ പോലെ തോന്നുക. അവരുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും അവരുടെ മൈൻഡ് ഒന്ന് ഓപ്പൺ ആക്കാൻ കഴിയാത്ത അവസ്ഥ, ഒരു എന്താ പറയുക, ഒരു സ്റ്റക്കായൊരു അവസ്ഥയിൽ പോകുന്നൊരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ആ വ്യക്തിക്ക് കുറേ ഇൻറ്റ്യൂഷൻ ഉണ്ട് അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇൻറ്റ്യൂഷൻ ഉണ്ട് അവർക്ക്. ഏത് ദിശയിലേക്കാണ് പോകുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻ അവർക്കുണ്ട്.
പക്ഷേ അവർ ഭയങ്കര ഇമോഷൻപരമായിട്ട് ഭയങ്കര ഡൗണാണ്. ഇമോഷൻപരമായിട്ട് ഭയങ്കര ഡൗണാണ്. മാത്രമല്ല അവർ സ്റ്റക്കായിട്ടുള്ള അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഓരോ ബ്ലെസ്സിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവർ കാണുന്നില്ല, അവർ കണ്ണ് തുറന്ന് നോക്കുന്നില്ല. പക്ഷേ അവരുടെ കാര്യത്തിൽ സ്റ്റക്കായതുകൊണ്ട് അവർ ഈ ഭാഗത്തുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. അതേപോലെ തന്നെ സ്റ്റാർ കാർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല 7 ഓഫ് സ്റ്റാറാണ്. 7 സ്റ്റാർ എന്ന് പറഞ്ഞാൽ 7 ചക്രാസ് എന്നൊക്കെ പറയാം. ഒരു മനുഷ്യൻ്റെ ഒരു ശരീരത്തിൽ 7 ചക്രാസ് ഉണ്ട്. അത് ആക്റ്റീവാണ്, എന്നാലേ നമുക്ക് ആ ഒരു പൂർണ്ണതയുള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജിയാണ് നിങ്ങളുടെ പേഴ്സണ്. അവർ ഇമോഷണൽപരമായിട്ടും ചിന്തിക്കുന്നുണ്ട്, ലോജിക്കായിട്ടും ചിന്തിക്കുന്നുണ്ട്. അവർ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവർ സ്റ്റക്ക്ഡാണ്. ഈ സിറ്റുവേഷനൊക്കെ ഒന്ന് മാറിക്കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലുമാണ് അവർ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ കറൻറ്റ് ഫീലിംഗ്. വിവേ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസാണ് തരുന്നതെന്ന് നോക്കാം. ഓക്കെ, നോയ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കട്ടോ. ഞാൻ 3 കാർഡ് എടുക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് നിങ്ങൾ പഴയ ഓർമ്മയിൽ സ്റ്റക്കായി നിൽക്കരുത്. അതേപോലെ തന്നെ കിങ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത്. അവർ നിങ്ങൾ കപ്പ് ഓഫർ ചെയ്താൽ നിങ്ങൾക്കുള്ള ജസ്റ്റിസ് അത് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടും, കപ്പ് ഓഫർ കിട്ടും. അതായത് നിങ്ങൾ കപ്പ് ഓഫർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ, അതൊരു റിലേഷൻഷിപ്പിലൊരു ഒന്നും തുറന്ന് പറയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടും എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ ഗൈഡൻസും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ബൈ.